ഇന്നത്തെ സ്പെഷ്യൽ വാളക്കറി കപ്പ പുഴുങ്ങിയത്. അപ്പൊ ഇവനെ റെഡിയാക്കുക. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കാണാനും നമ്മുടെ വെള്ളപ്പൊക്കവും നമ്മുടെ നാടും വീടും നമ്മുടെ വെള്ളപ്പൊക്കവും ഒക്കെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടുത്തില്ല. ഇത് നമ്മുടെ നാട്ടിലുള്ള വാളയും പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. വാള പിടിച്ചിരിക്കുകയാണ്. അത് വിഷ്ണു. വരുന്നുണ്ട്. അവര് നമ്മുടെ വെള്ളപ്പൊക്കം കാണാൻ വന്നവരാണ്. വെള്ളപ്പൊക്കം അടിപൊളി. ഞങ്ങള് വെള്ളപ്പൊക്കം ഞാൻ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്റെ വീടും കോട്ടയത്താ, വെള്ളത്തിലൊക്കെയാണ്. പക്ഷെ ഇതുപോലെ ഈ ആറും വെള്ളവും എല്ലാം കൂടെ കിടന്നിട്ടൊരു സംഭവം അടിപൊളി. ഫസ്റ്റ് ടൈമാണ് ഇത്. ചത്തിട്ടിരിക്കുവോ അത്? പക്ഷെ ഇതിപ്പോ ചാവാറായി തോന്നുന്നു. ഇത് അല്ലല്ല, ഇത് നമ്മുടെ നാട്ടില് ഇത് പിന്നെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു മീൻ. നമ്മൾ ഇന്നൊരു ദിവസം ഇവരെ കൊണ്ടുപോയി കുറച്ച് സ്ഥലങ്ങള് നമ്മുടെ കുട്ടനാട് കാണിച്ച് തിരിച്ചു വരിക, വാളക്കറി വെക്കുക, കഴിക്കുക. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇവര് ഒത്തിരി കോട്ടയത്തുനിന്ന് വരുന്നവർ വന്നെന്നല്ലേ പറഞ്ഞു? ഞങ്ങള് വെള്ളപ്പൊക്കം കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ ലൈഫില് ഇതുവരെ ഞങ്ങൾ വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. 2018 ഇല്ല. അവിടെ വെള്ളം പൊങ്ങില്ല. എന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ കുട്ടനാട്ടുകാർക്കൊരു എല്ലാ വർഷവും ഇതൊരു പ്രക്രിയയാണ്, ഒരു സൈക്കിള് പോലെയാണ്. ഒരു വർഷം വരുമ്പം വെള്ളം 6 മാസം നാച്ചുറലായിട്ടുള്ള ഇതാണ്. 6 മാസം കഴിയുമ്പം വീണ്ടും മഴയും വെള്ളപ്പൊക്കമായി. ഇപ്പൊ ഏതായാലും നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയില്ല. കയറാറായതാണ്. ഞാൻ വിചാരിച്ച് കയറുമെന്ന് വിചാരിച്ചു. 2018 ഞാനിവിടെ 2003 താമസം തുടങ്ങിയ. അപ്പൊ ആദ്യത്തെ ഒരു വെള്ളമാണ് 2018 എൻ്റെ വീട്ടിൽ കയറിയത്. അതിന് മുന്നേ കയറിയിട്ടേ ഇല്ല. ഇത് നമ്മുടെ കുട്ടനാട്ടുകാർക്ക് ഒരു പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ വർഷം വെള്ളം പൊങ്ങിയത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. അപ്പൊ പുതിയ വീട് വെക്കുമ്പോൾ അതിലൊരു 1.5 അടി കിളറും കൂടെ കൂട്ടിയാണ് വീട് വെക്കുന്നത്. അപ്പോൾ അതാണ് മാക്സിമം വെക്കുന്നത്. 1 അടി 1.5 അടി വെക്കുക. അപ്പം അടുത്ത വർഷം അതിൽ കൂടുതൽ വെള്ളം വന്നാൽ ഒരിക്കകത്ത് കയറും. ഇതിപ്പോ ഞാൻ വെച്ചത് അന്നത്തെ വെള്ളത്തില് എൻ്റെ കണക്കനുസരിച്ച് അതിൽ നിന്ന് 1.5 അടിയുടെ കൂട്ടി വെച്ച്. ഇത് കിഴക്കേ റാന്നിയിലൊക്കെ ഒരു 10 മീറ്റർ വെള്ളം പൊങ്ങിയാൽ ഇവിടെ 1 മീറ്റർ വെള്ളം പൊങ്ങിട്ടുള്ളൂ. അതാണ് ഇവിടുത്തെ ഇവിടുന്ന് വെള്ളം ഒഴുകി വരുമ്പം നേരെ പുന്നോടെ കായൽ അല്ലെ വേമനാട്ട് കായലിൽ പോയി അങ്ങ് പോവുക. ഇന്നത്തെ സ്പെഷ്യൽ വാളക്കറി കപ്പ പുഴുങ്ങിയത്. അപ്പൊ ഇവനെ റെഡിയാക്കുക. ഹലോ, നീ അത്ര വിദഗ്ധം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ നെഞ്ചിന് പറ്റിയാലോ പറ്റുവേ. അതെ, നമ്മളിത് വാള വൃത്തിയാക്കുന്നത് ഈ സ്ക്രബർ ഉപയോഗിച്ചിട്ടാണ്. അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇതിപ്പോ നമുക്ക് സമയമില്ലാഞ്ഞിട്ടാണ്. വാളംപുളിയുടെ വെള്ളം നേരെ വാളംപുളി കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ അടിയിച്ചു കഴിഞ്ഞിട്ട് ഈ വാള അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എത്ര എളുപ്പം അങ്ങ് പോകും. വെറുതെ സ്ക്രബർ ഇട്ട് തേച്ചാൽ മതി. കണ്ട, ഇതാണ് വാള റെഡിയാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഇതാ, അതായത് വാളെ കുളിപ്പിക്കുകയല്ല, ഏറ്റവും എളുപ്പം വെളുത്ത് കിട്ടും. കണ്ട, നല്ല നല്ല കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല.
വാള വൃത്തിയാക്കുന്നതിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ എന്റെ ചെറുപ്പം 5-ാം വയസ്സ് മുതൽ തുടങ്ങിയ പരിപാടി. ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ മറ്റേ വാളംപുളിയും മറ്റേ കാരവും അതിലൊക്കെ ആയിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ സാധനം മതി, ഒരു 5 മിനിറ്റ് മതി വാള വൃത്തിയാകാൻ. അല്ലെങ്കിൽ കല്ലയിൽ ടോർച്ചെടുക്കും അല്ലേ? അല്ലെങ്കിൽ കല്ലയിൽ ടോർച്ചെടുക്കും. വെള്ളം മതി, നൈസ് ചൂടുവെള്ളം. അത് പുതിയ പുതിയ ഐഡിയകൾ വന്നോണ്ടിരിക്കുകയാണ്. ചൂടുവെള്ളം മതി. നൈസ് ചൂടുവെള്ളം അതിനകത്ത് ഈ വാള ഇട്ടിട്ട് എടുത്ത് എളുപ്പം ഇതുപോലെ ബ്രഷിന് ഉരച്ചത്. നമ്മുടെ പൂരിയും മഞ്ഞക്കൂരി വൃത്തിയാക്കുന്നവർക്ക് ചൂടുവെള്ളത്തിട്ടാൽ ഇത് വേഗം കിട്ടും അല്ലേ? 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ. അപ്പൊ ഇത് ഇപ്പം തുടങ്ങിയിട്ട് നമ്മളൊരു എത്ര മിനിറ്റ് ആടാ? ഒറ്റ മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് അതിൽ ആയിട്ടില്ല. അപ്പൊ ഇത്രയും വൃത്തിയായി. അപ്പൊ വാള വൃത്തിയാക്കാൻ അറിയാൻ മേലാത്തവര് ഈ ഒരു പരിപാടി ഒന്ന് നോക്കിയാൽ മതി. എളുപ്പത്തിൽ പരിപാടി നടക്കും. അപ്പോൾ നമ്മൾ വള്ളത്തിലുള്ള യാത്രയിലാണ്. നമ്മുടെ കുട്ടനാട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരെയും കൊണ്ട് നാട്ടിലൊന്ന് കറങ്ങാണ്ട് മഴ പെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ബൈക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഓക്കെ. ഇതാണ് നമ്മുടെ വലിയ പള്ളി, കുളകുന്ന് വലിയ പള്ളി. അതിൻ്റെ തൊട്ടിപ്പുറം ഇത്രയും വെള്ളമാണ്. പക്ഷേ അകത്തോട്ട് പോയാൽ വെള്ളമില്ല. അത് എൻജിൻ വെച്ച് അവർ ഫുൾ ടൈം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാപ്പിലാണ് വന്നേക്കുന്നത്. കള്ളൻ. ഉള്ളേച്ചൻ. ഇനി ആര് വേണം? നമ്മുടെ വാളക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ കഴിക്കാൻ തുടങ്ങാം. അതെ, കപ്പ ലോരാമ്മ കപ്പ വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കപ്പയും വാളക്കറി, ഒത്തിരി കറികളുണ്ട്. ഇതെല്ലാം ചെറുപയർ തോരൻ, വാളക്കറി, പുളിയിഞ്ചി, പിന്നെ തക്കാളി കറി, നല്ല ചോറ്. പിന്നെ ഇത് ഞങ്ങളുടെ ഫേവറേറ്റ്, ഞങ്ങളുടെ കോട്ടയത്തെ എപ്പോഴും ഉണ്ടാക്കുന്ന കറിയാ. എപ്പോഴും അല്ല, ചക്കക്കുരു ഉള്ള സമയത്തൊക്കെ ചക്കക്കുരു മാങ്ങ, പിന്നെ ചിലടത്ത് മുരിങ്ങ കറിയാണ്. നമ്മള് ഇതിവരെ നമ്മള് ഉണ്ടാക്കാൻ പോവാണ്. നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.